ഇത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വി സി സ്ഥാനത്ത് ആളുണ്ടാകണ്ടേ എന്ന് ഹൈക്കോടതി. വി സി സ്ഥാനത്ത് ആളില്ലെങ്കിൽ പരീക്ഷ ഉൾപ്പെടെയുള്ളവ എങ്ങനെ നടക്കും? ഉടൻ പരിഹാരം കാണണമെന്നും ഹൈക്കോടതിയുടെ വാക്കാൽ നിർദ്ദേശം. മറുപടി സത്യവാങ്മൂലം നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ഏത് സാഹചര്യത്തിലാണ് വി സി സ്ഥാനത്ത് ആളുണ്ടാവണ്ടേ എന്ന് ഹൈക്കോടതി ചോദിച്ചത്? ശ്യാം. പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിലവിൽ ആളില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ ഗവർണർ ചാൻസലർ കൂടിയായ ഗവർണർ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഷൻ ചോദ്യം ചെയ്ത് MR ശശീന്ദ്രനാഥ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഈ ഹർജിയിലാണ് ഹൈക്കോടതി ഇന്ന് ഇത്തരം ഒരു പരാമർശം, വാക്കാലുള്ള ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തത്. VC സ്ഥാനത്ത് ആളുണ്ടാകണ്ടേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇതിൽ ഹർജിക്കാരനും ഒപ്പം സംസ്ഥാന സർക്കാരും അറിയിച്ചത് ഇക്കാര്യത്തിൽ പുതിയ VCയെ ചാൻസലർ നിയമിച്ചിരുന്നു. പക്ഷേ ഈ വൈസ് ചാൻസലർ കഴിഞ്ഞ ദിവസം രാജിവെച്ചു പോയി. നിലവിൽ അവിടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് ആളില്ലാത്ത അവസ്ഥയാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരും ഹർജിക്കാരും വ്യക്തമാക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് VC സ്ഥാനത്ത് ആളുണ്ടാകണ്ടേ എന്ന ചോദ്യം ഹൈക്കോടതി ചോദിച്ചത്. ഇല്ലെങ്കിൽ പരീക്ഷ ഉൾപ്പെടെയുള്ളവ എങ്ങനെ നടക്കും, ദൈനംദിന ഭരണകാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യവും ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. ഉടൻ പരിഹാരം കാണേണ്ടതുണ്ടെന്ന ഒരു വാക്കാൽ പരാമർശവും ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചതും ഇത്തരം ഒരു പരാമർശം ഉണ്ടായതും. ഇതിൽ സംസ്ഥാന സർക്കാർ ഒപ്പം ചാൻസലർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ സത്യവാങ്മൂലം നൽകണം എന്ന കാര്യവും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ VCയും രാജിവെച്ചു എന്ന കാര്യമാണ് സർക്കാർ ഇതിൽ ഒരു വിശദീകരണമായി നൽകുകയും ചെയ്തത്. ഡോക്ടർ MR ശശീന്ദ്രനാഥ് നൽകിയ ഹർജി ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാറ്റി.